ഒരു 4 മനുഷ്യര് ഒരു സൈക്കോന്റെ കയ്യിൽ പെട്ടുപോവാണ്. ഈ സൈക്കോന്റെ അടുത്ത് ആ 4 മനുഷ്യരിൽ ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ആ തെറ്റ്? എന്തിനായിരിക്കും സൈക്കോ ഇവരെ ടോർച്ചർ ചെയ്യുന്നത്? ആ ഒരാളെ കാരണം ബാക്കി 3 പേര് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ സൈക്കോ അവരെ ടോർച്ചർ ചെയ്തോ അതോ കൊന്നോ, ഇനി ഒരാൾക്ക് വേണ്ടി എല്ലാവരെയും കൊന്നോ എന്നൊക്കെ അറിയണ്ടേ? നമ്മൾ കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ യുവർ ഹോസ്റ്റ് എന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ഒരു കസേരയിൽ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമറ സൈഡിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇയാളുടെ ദേഹത്ത് മൊത്തം രക്തക്കറ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ടൊരു സൈക്കോ വരും. ഇതാണ് നമ്മുടെ കഥയിലെ സൈക്കോ. ആ സൈക്കോ വന്നിട്ട് ഇയാളോട് പറയും, ആ 3 ചരടില് ഏതെങ്കിലും ഒരെണ്ണം വലിച്ചാല് അത് കറക്റ്റ് ആയാലും നിനക്ക് വീട്ടിൽ പോവാന്ന്. ഇയാൾ പേടിച്ച് ചോദിക്കും, ഞാൻ ഇത് കറക്റ്റായിട്ട് വലിച്ചാൽ എന്നെ വീട്ടിൽ വിടുമെന്ന്. ആ പിന്നെന്താ, നിന്നെ വീട്ടിൽ വിടാന്ന് പറഞ്ഞിട്ട് ചരട് വലിക്കാനായിട്ട് പറയും. ഈ മനുഷ്യനാണെങ്കിൽ പതിയെ ചരട് വലിക്കും. അതിലൊരു പെട്ടി ഓപ്പൺ ആവും. വേറൊന്നുമല്ല, ആ പെട്ടിയിൽ ഒരു തോക്കാണ്. നിനക്ക് സമ്മാനമായിട്ട് ഒരു തോക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു സാധനം, ഒരു റിമോട്ട് പിടിച്ച് ഞെക്കും. പതിയെ ഒരു കളിപ്പാട്ടം മുമ്പോട്ട് അനങ്ങിയിട്ട് ഈ തോക്ക് ഒറ്റ പൊട്ടലാണ്. ആ മനുഷ്യൻ അവിടെ തന്നെ മരിച്ചു വീണു. അയാളെ കൊന്നു കളഞ്ഞു ഈ സൈക്കോ. എന്തിനായിരിക്കും ഈ സൈക്കോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കട്ട് ചെയ്താൽ 4 ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു വീട്ടിലോട്ട് അവരുടെ ഫ്രീ ടൈം ആഘോഷിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരുതനാണ് ജെയിംസ്. അവന്റെയാണ് ഈ വീടും കാറും എല്ലാം. അവൻ നല്ല പൈസയുള്ള വീട്ടിലെയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ തൂങ്ങി പിടിച്ച് നടക്കുന്ന ബാക്കിയുള്ള ആൾക്കാരാണ്. അതിൽ എവളാണ് അനീറ്റ, മറ്റേ വൈറ്റ് മുടിയുള്ളത് മെലീസ, മറന്നുപോകല്ലേ. അതുപോലെ മറ്റേ ആ പാവപ്പെട്ട പയ്യൻ മാത്യു. ജെയിംസിനെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവന്റെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ജെയിംസിന് അത് മനസ്സിലാവാത്തയാണോ ഇനി അത് ഭാവിക്കാത്തയാണോ എന്ന് അറിയാൻ പാടില്ല. ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടി കയറി ചെല്ലും. പിന്നീട് അന്നത്തെ ദിവസം മൊത്തം അർമാദമാണ്. ഡ്രിങ്ക്സും അങ്ങനെ കുറെ സമയം കളയുന്നുണ്ട്. രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. ജെയിംസ് ബാക്കിയുള്ള 2 പെൺകുട്ടികളില്ലേ, അനീറ്റയോടും മെലീസയോടും കൂടെ പറയും ട്രൂത്ത് ഓർ ഡെയർ കളിക്കാന്ന്. അനീറ്റയോടാണ് ചോദിക്കുന്നത്. അനീറ്റയ്ക്ക് പേടിയാണ് അവനോട് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായിട്ട്. അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ജെയിംസ് നിർബന്ധിക്കും. അതുകൊണ്ട് തന്നെ അനീറ്റ കളിക്കുന്നുണ്ട്. അവള് ഡെയർ പറയും. അവന്റെ ഡെയർ എന്താണെന്നറിയാമോ? അവിടെ ഇരിക്കുന്ന മെലീസയ്ക്ക് ഉമ്മ കൊടുക്കാനായിട്ട്. അവൾ അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഇവന്റെ പൈസയ്ക്കാണല്ലോ ഇവർ ഈ കറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അനീറ്റ മെലീസയ്ക്ക് ഉമ്മ കൊടുക്കും, ചെറിയൊരു ഉമ്മ. ഇതിനുശേഷം ജെയിംസ് ആണെങ്കിൽ ഇനി എനിക്ക് ഉമ്മ താന്ന് പറഞ്ഞ് മെലീസയുടെ അടുത്ത് പോകുമ്പോൾ, നിനക്ക് ഞാൻ ഉമ്മ തന്നില്ലെങ്കിൽ നീ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അവന്റെ മോന്ത് നോക്കി ഒറ്റ കുത്താണ്. തള്ളി അങ്ങ് മാറ്റും. എവർക്കാർക്കും അവന് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ അവന്റെ പൈസ ഉള്ളതുകൊണ്ട് അവന്റെ കൂടെ നടക്കുന്നതേ ഉള്ളൂ. ജെയിംസിന് നല്ല രീതിയിൽ ദേഷ്യം വരും. അത് അവൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയം പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അതെന്താണെന്ന് അറിയാൻ പാടില്ല. അവൻ പറയും വല്ല കരടിയോ സൈക്കോയോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതും പറഞ്ഞ് പതിയെ അനീറ്റ എടുത്ത് ചെല്ലും. അവളുടെ അടുത്ത് നിന്നിട്ട് ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അവളെ. അവള് പേടിച്ചിട്ട് എവനെ ഇട്ട് അടിക്കും, പേടിപ്പിച്ചോണ്ട്. ഇതിനുശേഷം അവിടെ എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. കയ്യിൽ എന്തോ കമ്പിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇറങ്ങി പോകുന്നില്ല. ഇവൻ ഈ ആള് കൂടിയോണ്ട് ധൈര്യം കാണിക്കാനായിട്ട് പുറത്തിറങ്ങി പോകുന്നതാണ്. അവൻ പുറത്തിറങ്ങിയ ഉടനെ മാത്യുവും അതുപോലെ തന്നെ അനീറ്റയും അവിടുത്തെ ലൈറ്റ് അങ്ങ് ഓഫാക്കും. അവൻ ചീത്ത പറയും ലൈറ്റ് ഇടാനായിട്ട്. എന്നാലും അവരിടത്തില്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് ഫ്ലാഷ് ലൈറ്റ് എടുത്ത് അടിച്ചിട്ട് അതുവഴി നടന്നു പോവാണ്. പെട്ടെന്ന് തന്നെ എന്തൊരു സാധനം ചാടി വീഴും. അത് മറ്റാരുമല്ല, മെലീസയാണ്. അവൻ ഒരുപാട് പേടിച്ചു പോയി. നീ ഒരുപാട് പേടിച്ചു പോയടാന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. പക്ഷെ അവൻ മുമ്പോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം അവിടെ ഇരുന്ന് തിളങ്ങുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് അവൻ അവിടെ ചെന്ന് നോക്കും. അതെടുത്ത് അവൻ വീട്ടിൽ വരും. മെലീസയും കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, അതൊരു ക്യാമറയാണ്. ടേപ്പ് ഇട്ട് വർക്കാവുന്ന ഒരു ക്യാമറ. അതിപ്പോ എവിടെ നിന്ന് വന്നെന്ന് അറിയാൻ പാടില്ല. ഇവരാരും കൊണ്ടുവന്നിട്ടില്ല. ആരാ വെച്ചെന്നും അറിയാൻ പാടില്ല. ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ എടുത്തോണ്ട് വന്നത് കൊണ്ട് തന്നെ അനീറ്റ നല്ല രീതിയിൽ ദേഷ്യപ്പെടും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ പാടില്ലല്ലോ. ജെയിംസിനെ കളിയാക്കും. ഇത് നിന്റെ പേരൻസിന്റെ ടേപ്പ് വല്ലതും ആണെന്നോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എന്നാൽ അവൻ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്നാ പിന്നെ ഇത് പേരൻസിന്റെ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞിട്ട് അവളെ വെല്ലുവിളിക്കും. അതിൽ നിന്നൊരു ടേപ്പ് എടുക്കുന്നുണ്ട്. അനീറ്റയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനകത്ത് എന്താണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ടേപ്പ് വാങ്ങിച്ച് അവൾ തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കും. ഇത് കാണുന്ന ജെയിംസിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അനീറ്റയുടെ അമ്മേനെ ഒരുപാട് ചീത്ത പറയും. അനീറ്റയുടെ അമ്മയാണെങ്കിൽ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളാണ്. എപ്പം വേണമെങ്കിലും മരിച്ചു പോകും, നിന്റെ അമ്മ മരിച്ചു പോടി എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അതുമല്ല അനീറ്റ പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ കൂട്ടുകൂടുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും നിന്നെ ഇഷ്ടമല്ല. നിന്റെ പേരൻസ് റിച്ച് ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ കൂടെ വരുന്നതെന്ന്. ഇതേക്കുന്ന അവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അനീറ്റനെയൊക്കെ അടിക്കാൻ പോകുമ്പോൾ മാത്യു പിടിച്ചു നിർത്തും. വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ ബഹളമായിട്ട് മാറും. ഇവിടെ ചെറിയൊരു കലഹം നടക്കുന്നുണ്ട്. ജെയിംസിനെ തണുപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള 3 പേര് അനീറ്റയുടെ കൂടെ മണ്ടയിലോട്ട് കയറിപ്പോവും. അനീറ്റയെ രാത്രി ഇറക്കിവിടാൻ നോക്കിയാൽ അവൾ എങ്ങോട്ട് പോകാനാണ്? ജെയിംസിന് മനസ്സിലായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. ജെയിംസിനെ പൈസയ്ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ജെയിംസിന്റെ സ്വഭാവത്തിലും പ്രശ്നമുണ്ട്. അവൻ ബാക്കിയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അവൻ പറയുന്നതാണ് ശരി, എപ്പോഴും അവൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ചിന്തയുള്ള മനുഷ്യനാണ് അവൻ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അവന് ഇഷ്ടമല്ല. ഇതിനുശേഷം അനീറ്റ വീട്ടിന്റെ മണ്ടയിൽ പോയി വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം അവളുടെ അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അമ്മ അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോൾ മാത്യു അങ്ങോട്ട് വരും. മാത്യു ഒരു പാവപ്പെട്ട പയ്യനാണ്. അവളെ ഒന്ന് സമാധാനപ്പെടുത്തും. നീ എങ്ങനെയൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് അമ്മേനെ പറ്റിയൊക്കെ
പറഞ്ഞപ്പോഴേ ഈ നേരം ജെയിംസ് കുളിക്കാനായിട്ട് വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്. അവിടെ അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊല്ലും, എന്റെ കയ്യിൽ കത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു കത്തി എടുത്തിട്ട് ആ സാധനത്തിനെ കുത്താനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെലീസ ചാടി വീഴും. അത് മെലീസയായിരുന്നു. മെലീസ അവനെ കളിയാക്കുക. അവൻ ഒരുപാട് പേടിച്ചു പോയി. ഇപ്പൊ മെലീസ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ജെയിംസ് ചോദിക്കുമ്പോൾ അവള് പറയും, നിനക്ക് ഇത്രയൊന്നും കിട്ടിയാ പോരാ, നീ ആ പാവപ്പെട്ട പെൺകുട്ടിനെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന്. ഇപ്പൊ ജെയിംസ് ചോദിക്കും, നീ എന്നോട് സോറി പറയാൻ വന്നതാണോന്ന്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സോറി പറയാനായിട്ട് അവന്റെ മുണ്ട് അഴിച്ചു കാണിച്ചു കൊടുക്കുകയാണ് സോറി പറയാനായിട്ട്. കാര്യം മനസ്സിലായല്ലോ. എന്നാൽ അവൾ അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവന്റെ ഓർഗനെ കളിയാക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവനാണെങ്കിൽ നല്ല ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. രാത്രി ആവുന്ന സമയത്ത് മാത്യു വീട്ടിൽ ബാക്കി വന്ന വേസ്റ്റ് ഒക്കെ പറക്കി ബാഗിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവ ശ്രദ്ധിക്കുമ്പോൾ ക്യാമറ ഓൺ ആണ്. അതിൽ നിന്ന് ലൈറ്റ് കത്തുന്നുണ്ട്. അത് ചെന്ന് നോക്കുമ്പോൾ അവന്റെ പിന്നിലായിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ കാണുന്നില്ല. അവൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അതവിടെ ഇല്ല. ഇവൻ എന്തോ ഒരു മായാരൂപം പോലെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല. ഹലോ ഹലോ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാലും അവിടെ ആരുമില്ല. ഇതിനുശേഷം മാത്യു ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുകയാണെന്ന് അറിയാനായിട്ട് മണ്ടയിലോട്ട് കയറി ചെല്ലും. അവിടെ അനീറ്റയും അതുപോലെ മെലീസയും കിടന്നുറങ്ങുന്നുണ്ട് 2 റൂമിലായിട്ട്. അവരെ വിളിച്ചിട്ട് അവർ എണീക്കുന്നില്ല, ബോധം കെട്ട് കിടക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ജെയിംസിനെ വിളിച്ച് കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് താഴോട്ടിറങ്ങി ചെല്ലും. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ ബാക്കിൽ എന്തോ ഒരു സൂചി വെച്ച് ആരോ കുത്തുന്നുണ്ട്. എടാ വീട്ടിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ താഴോട്ടിറങ്ങി ചെല്ലും. എന്നാൽ ജെയിംസിന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവന്റെ ദേഹത്ത് എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം പാരലൈസ് ആവുന്നുണ്ട്. നടക്കാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടിന്റെ പുറത്തോട്ടിറങ്ങി ഓടും. പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങിയ ഉടനെ അവൻ മറിഞ്ഞ് തറയിൽ വീഴും. വീഴുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ അവന്റെ ബോധം പോയി. പിന്നീട് ഇവരെല്ലാരും കണ്ണു തുറക്കുന്നത് ഒരു പ്രത്യേകതരം റൂമിലാണ്. ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ആ സമയം ഒരു സൈക്കോ അങ്ങോട്ട് കയറി വരും. ഇയാൾ സൈക്കോ ആണോന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇയാളെ മുമ്പേ കണ്ടിട്ടുണ്ട്. ഇയാൾ ഒരു ക്യാമറ എടുത്ത് മുൻപിൽ കൊണ്ടുവച്ചിട്ട് അത് ഓൺ ആക്കുന്നുണ്ട്. അതുമല്ല തൊട്ട് ഫ്രണ്ടിൽ കുറെ പാവകളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അതിനോടെല്ലാം സംസാരിക്കും. ഇന്ന് നമ്മളൊരു ഷോ നടത്താൻ പോവാണ്, അടിപൊളിയായിരിക്കും, എല്ലാവരും കണ്ടോന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള പാവകളോട് സംസാരിക്കും. ആ 4 പേരാണെങ്കിൽ ആകെ കിള്ളി പാറിയിരിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ. ഈ സൈക്കോ ഒരു കൂസലും ഇല്ലാതെ പാവകളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. അവരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. എല്ലാവരും ഇവരെ ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഈ സൈക്കോയ്ക്ക് ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും അറിയാം. അയാൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു ആ പാവകളുടെ മുമ്പിൽ. ഇയാൾക്ക് എങ്ങനെ അറിയാം ഇവരെല്ലാവരെയും? അറിയാൻ പാടില്ല. മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇയാൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോഴത്തേക്ക് ആ റൂമിൽ ലൈറ്റ് എല്ലാം ഓഫ് ആവും. ചുമന്ന ലൈറ്റ് മാത്രമാവും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും റൂമിലോട്ട് കയറി വരും. ഇവിടെ വന്നിട്ട് ഇയാൾ ഓരോ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാണ്. മുറുമുറുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ഷോ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ്. അവരുടെ അടുത്ത് വന്നിട്ട് നമുക്ക് റോക്ക് പേപ്പർ സിസർ കളിക്കാന്ന് പറയും. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഇയാൾ റോക്ക് പേപ്പർ സിസർ കളിക്കും. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ചിടാൻ പറയും. എല്ലാവരും പേടിച്ചിട്ട് ഒരുമിച്ചിടും. പക്ഷേ സൈക്കോ മാത്രം ഇടുന്നില്ല. അതെന്താണെന്ന് അറിയാൻ പാടില്ല. മെലീസ ഇട്ടത് പേപ്പറാണ്, ജെയിംസ് ഇട്ടത് സിസറാണ്, അനീറ്റ ഇട്ടതാണെങ്കിലോ ഷൂട്ടാണ്, അതായത് തോക്കുണ്ട്. റോക്ക് പേപ്പർ സിസർ ഷൂട്ട് എന്നാണ് പറയുന്നത്. മറ്റേ പാവപ്പെട്ട മാത്യു ഇട്ടതാണെങ്കിലോ ഒരു റോക്കാണ്. എന്നാൽ സൈക്കോ മാത്രം ഇടുന്നില്ല. ഈ സൈക്കോ ആണെങ്കിൽ ഇവരെ പറ്റിച്ചില്ലേ റോക്ക് പേപ്പർ സിസർ ഇടാതെ. അതുകൊണ്ട് തന്നെ അനീറ്റയ്ക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കും. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനോ, ഒന്നെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ സിസർ. അവള് പെട്ടെന്ന് തന്നെ ഷൂട്ട് പറയുന്നുണ്ട്, സിസർ സെലക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാരും ഇട്ട് കഴിഞ്ഞല്ലോ, ഇനി ഇതിന്റെ റിസൾട്ട് നിശ്ചയിക്കുന്നതാണ്. ഇവർക്ക് കൊടുക്കേണ്ടതാണ് പണിഷ്മെന്റ്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും എന്താ സംഭവം അറിയത്തില്ല. ഇപ്പൊ ഇയാള് ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കളിക്കുന്ന കട്ടിയുള്ള പേപ്പർ ഇല്ലേ, അതുപോലത്തെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. മെലീസ ആണല്ലോ പേപ്പർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളുടെ വാ ഒന്ന് തുറന്നേന്ന് പറഞ്ഞിട്ട് അവളുടെ വാ ഒന്ന് തുറപ്പിക്കും. അവളും പേടിച്ച് തുറക്കുന്നുണ്ട്. ഈ പേപ്പർ എടുത്ത് അവളുടെ വായിൽ ഒറ്റ വരയിലാണ്. അത് കീറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തറയിൽ ഒരു കല്ല് കിടപ്പുണ്ട്. നീ അല്ലേടാ റോക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മാത്യുവിന്റെ തലയ്ക്ക് ആ റോക്ക് എടുത്ത് ഒറ്റ ഇടിയാണ്. അവന്റെ ബോധം പോയി. പിന്നീട് ജെയിംസിന്റെ അടുത്ത് ചെല്ലും. ജെയിംസ് സിസർ ആണല്ലോ പറഞ്ഞത്. ജെയിംസ് വലുതായിട്ട് പേടിക്കുന്നില്ല, എന്നാലും പേടിച്ച് നിപ്പുണ്ട്. നീ സിസർ ആണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു പ്ലെയർ ഇരിപ്പുണ്ടായിരുന്നു. ആ പ്ലെയർ എടുത്തിട്ട് അവന്റെ കൈ അങ്ങ് വെട്ടിക്കളയും. ഒരു ചെറിയൊരു വിരലങ്ങ് വെട്ടിക്കളയും, ചൂണ്ടുവിരല്. അവനാണെങ്കിൽ വേദന കൊണ്ട് അവിടെ കിടന്ന് പൊള്ളയാണ്. ഇനി അനീറ്റ മാത്രമേ ബാക്കിയുള്ളൂ. അവളുടെ ടേൺ ആണ്. സൈക്കോ ഒരു തോക്ക് എടുക്കുന്നുണ്ട്. അവള് ഷൂട്ടാണല്ലോ പറഞ്ഞത്. ആ തോക്ക് എടുത്തിട്ട് അവളെ വെടിവെക്കാൻ പോവാണ്. അവൾ എന്നെ കൊല്ലല്ലേ, എനിക്ക് പേടിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇയാൾ ഒറ്റ പൊട്ടിയിലാണ്. എന്നാൽ അതിൽ നിന്ന് ഉണ്ടേന്ന് പോകുന്നില്ല. പകരം അതൊരു ലൈറ്റർ ആയിരുന്നു. തീ മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. അനീറ്റ രക്ഷപ്പെട്ടു. ഇപ്പൊ അവൾക്ക് ബോധമുണ്ടല്ലോ. അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയാളുടെ ഒരു റിമോട്ട് ഉണ്ട്. ആ റിമോട്ട് ഞെക്കുന്ന സമയത്ത് അവിടുത്തെ ചങ്ങല ബാക്കിലോട്ട് മുറുകും. പെട്ടെന്ന് തന്നെ അനീറ്റനെ ആ ചങ്ങല പിറകിലോട്ട് പിടിച്ച് വലിക്കും. അവളുടെ തല ചെന്ന് അവിടുത്തെ ഫിറ്റിയിൽ അടിച്ചിട്ട് അവളുടെ ബോധം പോയി. ബാക്കി 3 പേർക്ക് ബോധം ഉണ്ട് കേട്ടോ. ലെവന് തലയിൽ കല്ല് വെച്ച് അടിയിട്ടെങ്കിലും ഇപ്പം ബോധം വന്നിട്ടുണ്ട്. ജെയിംസ് ആണെങ്കിൽ താഴെ കിടന്ന് പെടയുന്നുണ്ട്. കാരണം അവന്റെ ഒരു വിരല് നഷ്ടപ്പെട്ടു പോയി. വെള്ളത്തിന്റെ തുമ്പ്. ഈ വിരൽ അയാളെടുത്ത് എന്തോ ഒരു സാധനത്തിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. കട്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത് അനീറ്റയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. കുറെ നേരമായി. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും എത്ര സമയം പോയെന്നൊന്നും അറിയാൻ പാടില്ല. അവരെല്ലാരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇത് സൈക്കോ ആണെന്ന് അവർക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഒരാളുടെ വിരളൊക്കെ മുറിച്ച് കളയോ? ഇല്ല. ഇവരെ ആദ്യം എന്താ വിചാരിച്ചത്?
വിചാരിച്ചിരുന്നത് ഇത് വെറും ഒരു റിയാലിറ്റി ഷോ മറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. എന്നാൽ ഇതൊന്നും അല്ല പ്രാങ്ക്. ഒരാളുടെ കൈയൊക്കെ മുറിച്ചിട്ടാണോ പ്രാങ്ക് ചെയ്യുന്നത്? അവരാകെ പേടിച്ചു പോയിട്ടുണ്ട്. ഇവർക്ക് ബോധം വന്ന ഉടനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയാണ്. പ്രത്യേകിച്ച് ജെയിംസ് നല്ല രീതിയിൽ വഴക്കിടുന്നുണ്ട്. നിങ്ങളാണ് ഇതിന് കാരണം, ആരാണ് ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഈ സൈക്കോ കയറി വരുന്നത്. സൈക്കോ കയറി വന്നിട്ട് അവിടെ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പതിയെ പൊക്കി മാറ്റും. അവിടെ ഒരു വീലുണ്ട്. അതെന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഇവർക്ക് പുറത്ത് പോകണമെങ്കിൽ ഒരു ടാസ്ക് കൂടെ തരാം, അത് കറക്റ്റായിട്ട് കളിക്കുകയാണെങ്കിൽ പുറത്ത് പറഞ്ഞു വിടാന്ന് പറയും. ഇവരാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഈ ടാസ്ക് എന്താന്നല്ലേ, ഇവര് ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് കറക്റ്റായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ വെറുതെ വിടാന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന അവര് സമ്മതിക്കും, അവര് ചെയ്ത തെറ്റുകൾ പറയാന്ന്. ആദ്യം തന്നെ ജെയിംസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അവനോട് ചോദിക്കും അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. എന്നാൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ നാറിയെന്ന് പറയുമ്പോൾ സൈക്കോക്ക് ദേഷ്യം വന്നിട്ട് ഒരു പൈപ്പ് എടുത്ത് അവന്റെ ബോൾസ് അടിച്ചു പൊട്ടിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിനകത്ത് വെച്ച് അമർത്തുന്നുണ്ട്. അവൻ പേടിച്ച് വേദനിച്ചിട്ട് സൈക്കോനോട് കാര്യം പറയും. അവൻ പണ്ട് കാർ ഓടിച്ച സമയത്ത് കാർ ആക്സിഡന്റ് ആയി. കാർ സ്പീഡിൽ ഓടിച്ചപ്പോൾ മനഃപൂർവ്വം ക്രാഷ് ചെയ്തതാണ്, അഹങ്കാരം കാണിച്ചിട്ട്. ആ ഒരു കേസ് ഏറ്റെടുത്തത് അവന്റെ അച്ഛനാണ്. എന്നാൽ സൈക്കോ വെറുതെ വിടുന്നില്ല. സത്യം പറയടാന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും വെച്ച് അമർത്തുകയാണ് ആ കമ്പി വെച്ചിട്ട്. ഇതൊന്നും അല്ല സത്യം. വീണ്ടും അവൻ വേദനിച്ചിട്ട് സത്യം പറയും. അവനൊരു പെൺകുട്ടീനെ വണ്ടി ഇടിച്ച് കൊന്നു, എന്നിട്ട് വണ്ടി നിർത്താതെ പോയി. ഇതാണ് നടന്നത്. ആ പെൺകുട്ടി അവിടെ കിടന്ന് മരണപ്പെട്ടുപോയി. ഇതേക്കുന്ന മെലീസയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ ഒരു മൃഗമാടാ, മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം മെലീസയുടെ അടുത്ത് പോകും. അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവളെയും ഭീഷണിപ്പെടുത്തി ചോദിക്കും. അവള് പേടിച്ച് പറഞ്ഞു കൊടുക്കും. അവള് ഭയങ്കര നായ സ്നേഹിയാണ്. അതായത് അവൾക്ക് നായക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഇവള് നായനെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാറുണ്ട്. വേട്ട നായകളായിട്ട് ഇതിനെ കൊടുക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ പട്ടീനെ വേട്ടയ്ക്കായിട്ട് കൊണ്ടുപോകും. ഇവള് അറിഞ്ഞുകൊണ്ട് തന്നെ പട്ടീനെ കൊടുക്കും. ആ പട്ടികളാണെങ്കിൽ ലാസ്റ്റ് വേറെ ഏതെങ്കിലും പട്ടികൾ കടിച്ചു കൊന്നുകളയും. ഇതാണ് നടക്കുന്നത്. ഇതാണ് അവൾ ഏറ്റവും കൂടുതൽ ചെയ്ത തെറ്റ്. ഇതിനുശേഷം അനീറ്റയുടെ ചെല്ലും. അവള് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്ന് ചോദിക്കും. അവള് പറയും അവൾ ഏതോ ഒരു പോൺ പേജ് ഉണ്ടാക്കിയായിരുന്നു. അതിനകത്താണെങ്കിൽ കുറെ ന്യൂഡ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് പൈസ അവള് ജനറേറ്റ് ചെയ്തു. അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈ സൈക്കോ ആണെങ്കിൽ അവളുടെ കഴുത്തിന് കമ്പി വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പൊ അവൾ ഈ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് സത്യമാണോ കള്ളാണോ എന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം മറ്റേ ആളിന്റെ അടുത്ത് ചെല്ലും. ആ പാവപ്പെട്ട മാത്യുവിന്റെ അടുത്ത് അവന്റെ വയറ്റിലിട്ട് 2 കുത്തു കൊടുക്കും കമ്പി വെച്ചിട്ട് ചെറുതായിട്ട്. എന്നിട്ട് അവനോട് ചോദിക്കും അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്ന്. അവൻ പറഞ്ഞു കൊടുക്കും. അവൻ ഓൺലൈനായിട്ട് ആൾക്കാരെ പറ്റിക്കാറുണ്ട്. അവൻ നല്ലൊരു മനുഷ്യനാണെന്നാണ് കൂടുള്ള എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ അവന്റെ സത്യം പുറത്തു വന്നില്ലേ. അവൻ അനീറ്റേനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അനീറ്റയുടെ മുഖത്ത് നോക്കി സോറി പറയുന്നത് പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ അറിയാതെ സ്കാം ചെയ്തയാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എല്ലാവരും ഓരോരോ സത്യങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ ഇതിനകത്ത് ഒരാൾ കള്ളം പറഞ്ഞു. അത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ആരാന്ന് ചോദിച്ചിട്ട് ആരും പറയുന്നില്ല. ഈ കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെ വേറൊരു കളിയോടുണ്ട്. അത് നേരെ ചൊവ്വേ കളിക്കണം. അതിനെ സെലക്ട് ചെയ്യുന്നത് മറ്റാരെയല്ല, മെലീസേനെയാണ്. മെലീസേനെ മുൻപോട്ട് വിളിക്കും. റിമോട്ട് ഞെക്കുന്ന സമയത്ത് ആ ചങ്ങല ലൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ചങ്ങലെ പിടിച്ച് മുൻപോട്ട് വരും. വേറെ വഴിയില്ല. അവിടെ ഒരു ചക്രയില്ലേ, അത് കറക്കാനായിട്ട് പറയും. അവൾ അവളുടെ മാക്സിമം ആരോഗ്യം എടുത്തിട്ട് അത് കറക്കും. അവൾ പേടിച്ചിട്ടാണ് കറക്കുന്നത്. നല്ല പേടിയാവുന്നുണ്ട്. ഈ സൈക്കോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ചക്രം കറങ്ങി നിൽക്കുമ്പോൾ അവൾക്കൊരു ടാസ്ക് കിട്ടുന്നുണ്ട്. കുറെ സ്ഥലങ്ങളെ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് പേര് പറയണം, ഏത് രാജ്യത്തുള്ളയാണെന്നേ. നമ്മൾ ഈ കണ്ണിലൊക്കെ വെച്ച് നോക്കുന്ന പണ്ടൊരു ക്യാമറ കിട്ടൂലായിരുന്നോ, അതുപോലത്തെ ഒരു സംഭവം. അവൾക്ക് ആ സാധനം എടുത്ത് കൊടുക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് പറയാൻ പറയും. അവള് പേടിച്ച് അതെടുത്ത് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈഫിൽ ടവർ ആണ്, അത് പാരീസിലാണെന്ന് അവൾക്ക് മനസ്സിലായി. കറക്റ്റായിട്ട് പാരീസ് പറയുന്നുണ്ട്. അടുത്ത ഫോട്ടോ സ്വിച്ച് ചെയ്യാൻ പറയും. അവൾ പതിയെ സ്വിച്ച് ചെയ്യും. അപ്പോഴാണ് അതിനകത്തുള്ള ട്രിക്ക് മനസ്സിലാവുന്നത്. അതിലൊരു സൂചിയുണ്ട്. ഓരോ തവണ ബട്ടൺ അമർത്തുമ്പോഴും പിക്ചർ മാറും. ആ സമയം ആ സൂചി മുൻപോട്ട് വരും. എന്നാൽ അവൾക്ക് ഇതറിയത്തില്ല. അവൾ അറിയാതെയാണ് ഈ സ്വിച്ച് ഞെക്കുന്നത്. രണ്ടാമതും ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് അവൾ പറയുന്നുണ്ട്. ഇതിനുശേഷം മൂന്നാമത്തെ ചാൻസ് ആണ്. ഈ സൂചി അടുത്ത് വന്നിരിപ്പുണ്ട്. എന്നാൽ അവൾക്ക് അറിയത്തില്ല. ഈ മൂന്നാമത്തെ ഫോട്ടോ അവളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അത് അവൾ തെറ്റിച്ച് പറയാണ്, നിന്റെ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ടെൻഷനായിട്ട് അവൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കോ അവൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ തീരുമാനിക്കും. അവളോട് പറയും അടുത്ത ഫോട്ടോ എടുത്തിട്ട് അത് ഏതാന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇവൾ ആ സാധനം എടുത്ത് അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടി സ്വിച്ച് ഞെക്കും. ആ സൂചി വന്ന് അവളുടെ കണ്ണിൽ കുത്തി കയറുകയാണ്. ഇവൾ ആ സാധനം കളഞ്ഞിട്ട് തറയിൽ കുത്തിയിരുന്ന് കരയും. കണ്ണീന്ന് രക്തമൊക്കെ വരുന്നുണ്ട്. കാരണം കൃഷ്ണമണിയിലാണ് കുത്തി ഇറങ്ങിയത്. ഇതിനുശേഷം വീണ്ടും അടുത്ത ആളെ ചക്രം കറക്കാനായിട്ട് വിളിക്കും. ആരെ വിളിക്കുന്നതെന്നറിയാമോ? ജെയിംസിനെയാണ്. എന്നാൽ ജെയിംസ് പറയും നീ ഒരു സൈക്കോയാടാ നാറിയെന്ന്. സൈക്കോക്ക് ദേഷ്യം വന്നിട്ട് ആ ചക്രം വീണ്ടും കൂടെ കറക്കും ജെയിംസിന് വേണ്ടിയിട്ട്. എന്നാൽ അത് വന്നേക്കുന്നത് ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ജെയിംസിന്റെ അടുത്ത് വന്നിട്ട് അവനെ കളിയാക്കുകയാണ്. അവനോട് പറയാണ് നിനക്ക് ഞാൻ അങ്ങനെ അങ്ങ് തരത്തില്ല, നമുക്ക് കോയിൻ ടോസ് ഇട്ട് കളിക്കാന്ന്. അവനോട് കോയിൻ ചോദിക്കുമ്പോൾ എന്റെ ഒന്നും കോയിൻ ഇല്ലടാ നാറി എന്ന് പറയും. എന്നാ പിന്നെ എന്റെ കോയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൈക്കോ കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്യും. ഈ ഫ്ലിപ്പ് ചെയ്തതിന്റെ കാരണം വേറൊന്നുമല്ല, ജെയിംസ് ഈ ടാസ്ക് ചെയ്യണോ അതോ അനീറ്റ ഈ ടാസ്ക് ചെയ്യണോ എന്നാണ്. ഇപ്പൊ കോയിൻ കിട്ടിയത് അനീറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അനീറ്റയ്ക്കാണ് ഈ ടാസ്ക് കിട്ടിയിരിക്കുന്നത്. ജെയിംസ് അവനെ കൈ പൊക്കി കാണിക്കും, നടുവിരൽ പൊക്കി കാണിക്കും. കാരണം അവന് കിട്ടിയില്ലല്ലോ. സൈക്കോ ജെയിംസിനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇപ്പൊ സൈക്കോ ആണെങ്കിൽ ആകെ സന്തോഷപ്പെട്ട് അനീറ്റയുടെ അടുത്ത് വരും. അവളുടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് കൊടുക്കും.
പിടി എന്ന് പറഞ്ഞിട്ട്. അവള് പേടിച്ചിട്ട് എനിക്ക് വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് പിടിയെന്ന് പറഞ്ഞ് അവളെ മിരട്ടി അത് വാങ്ങിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈമർ കൂടെ ഓണാക്കും. ഈ ടൈമർ തീരണതിന് മുമ്പ് മാത്യുവിന്റെ ചെവി തുറക്കണമെന്ന് പറയും. ആ പാവപ്പെട്ട മാത്യു ഇല്ലേ, അവന്റെ ചെവി തുറക്കണമെന്ന് പറയും, ചെവി കൂടെ അകത്ത് കയറ്റിയിട്ട്. എന്നാൽ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടൈമർ തീർന്നു പോയാൽ അനീറ്റയ്ക്ക് പണി കിട്ടും, എന്തെങ്കിലും വലിയ പണിയായിരിക്കും. അവള് പേടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ടൈമർ തീരണതിന് തൊട്ട് മുമ്പ് ആ ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അവന്റെ ചെവിയിലിട്ട് കറക്കും. ചെവി മുറിഞ്ഞിട്ട് അതിൽ നിന്ന് ചോരയൊക്കെ കുടുകുടാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇവളിത് ചെയ്തിട്ട് അവിടെ മാറിയിരുന്ന് കരയാണ്. എനിക്ക് വേറെ വഴിയില്ല, അറിയാതെ ചെയ്തയാന്ന് പറഞ്ഞിട്ട്. മാത്യു വേദന കൊണ്ട് പൊളയുന്നുണ്ട്. കാരണം തലയുടെ ഭാഗമാണ്, ചെവിയിലാണ് ഡ്രില്ലിംഗ് മെഷീൻ ഇട്ട് കറക്കിക്കുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് സൈക്കോ സന്തോഷപ്പെട്ടിട്ട് ക്യാമറയിൽ റെക്കോർഡായില്ലേ ആ ടേപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതെടുത്തോണ്ട് വന്ന് അയാളുടെ റൂമിൽ വന്നിട്ട് അതിനകത്ത് മാത്യു എന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാത്യു എന്ന് എഴുതുന്നതെന്ന് അറിയാൻ പാടില്ല. അതെടുത്ത് ഷെൽഫിൽ വെക്കുമ്പോൾ 4 മാത്യു ഉണ്ട്, 4 ടേപ്പുകളുണ്ട്. അതെന്താ അങ്ങനെ അറിയാൻ പാടില്ല. ഇനി വേറെ മാത്യുവിനെ വല്ലതും ഇയാൾ കൊണ്ടുവന്ന് കൊന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇയാളുടെ മുഖത്ത് ഒരു മുഖം മൂടിയും വെച്ചിട്ടുണ്ട്. ഇയാളുടെ മുഖം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, മുൻപോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുമെങ്കിൽ കാണാം. ടേപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും അവരുടെ അടുത്തോട് ഈ സൈക്കോ കയറി ചെല്ലുകയാണ്. ഇപ്പൊ പുതിയ ടാസ്ക്കാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ള ഭാഗം ഏതാണെന്ന് അവരോട് ചോദിക്കും. ഏതൊക്കെ 100 പേര് ഓരോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 60 പേര് കഴുത്ത് പറഞ്ഞെന്ന് വെച്ചോ. ഈ കൂട്ടത്തിലുള്ള ഒരാൾ കഴുത്ത് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. കാരണം 60 പേര് പറഞ്ഞില്ലേ, മെജോറിറ്റിയാണ്. എന്നാൽ ഏറ്റവും കുറച്ച് പറഞ്ഞ അവയവം പറഞ്ഞാല് അവരെ ഉപദ്രവിക്കും, നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യും. ഇപ്പൊ ഓരോ ആൾക്കാരോടും ചോദിക്കും. എല്ലാവരും പേടിച്ചിട്ട് അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇയാൾക്ക് ഭ്രാന്താന്ന് അവർക്ക് മനസ്സിലായി. ആദ്യം തന്നെ മാത്യു പറയും തലയാണ് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന ഭാഗമെന്ന്. കാരണം അവന്റെ തലയിൽ ഡ്രില്ലിംഗ് മെഷീൻ ഇട്ട് കുത്തിയില്ലേ, ആ സമയം വേദന അനുഭവിച്ചായിരുന്നു. പിന്നീട് ജെയിംസിനോട് ചോദിക്കും. ജെയിംസ് നല്ല ദേഷ്യപ്പെട്ട് അവനെ കൊല്ലാൻ വരുന്ന രീതിയിൽ മസിൽ എന്ന് പറയും. കാരണം മസിൽ നല്ല വേദന എടുക്കത്തില്ലേ, മസിൽ പെയിൻ വരത്തില്ലേ. സൈക്കോനെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കൈ ഇട്ടിട്ട്, എന്നാലും നടക്കുന്നില്ല. കാരണം ചങ്ങലയ്ക്ക് പിടിച്ച് കെട്ടിയിട്ടേക്കുമല്ലേ. സൈക്കോയും തിരിച്ച് അവനെ കളിയാക്കിക്കൊണ്ട് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം മെലീസയോട് ചോദിക്കും. മെലീസ പക്ഷേ കാലിന്റെ മുട്ടാണ് പറയുന്നത്, മുട്ടാണ് ഏറ്റവും കൂടുതൽ വേദനയെന്ന്. പിന്നീട് ആരോടാ ചോദിക്കുന്നത്? അനീറ്റയോടാണ് ചോദിക്കുന്നത്. അനീറ്റയ്ക്ക് ഏത് അവയവം പറയണമെന്ന് അറിയത്തില്ല, എന്നോട് ചോദിക്കില്ല, എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പറയടി എന്ന് പറയുമ്പോൾ അവള് പറയും. അവള് സ്റ്റൊമക്കാണ് പറയുന്നത്, വയറാണ് പറയുന്നത്. ഇനി ഞാനൊരു അവയവം പറയാന്ന് പറഞ്ഞിട്ട് സൈക്കോ കഴുത്ത് പറയുന്നുണ്ട്. സൈക്കോയും ഇതിൽ കളിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ സൈക്കോനെ ആരും ടോർച്ചർ ചെയ്യാൻ പോകുന്നില്ലല്ലോ കളിയിൽ തോറ്റാലും. ഇനി ഇതിന്റെ റിസൾട്ട് പറയുന്നതാണ്. റിസൾട്ട് ഒരു പേപ്പറിൽ എടുത്ത് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ പാർട്സ് ആണ് വേദനയെന്ന് 100 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് തലയാണ്. 31 ആൾക്കാർ തലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സിന് മാത്യു രക്ഷപ്പെട്ടു. രണ്ടാമത് മസിലാണ് പറഞ്ഞിരിക്കുന്നത്. 22 ആൾക്കാർ മസിൽ പറഞ്ഞിട്ടുണ്ട്. ജെയിംസ് രക്ഷപ്പെട്ടു. പക്ഷേ ഏകദേശം 3 ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുട്ടാണ് ഏറ്റവും കൂടുതൽ വേദനയെന്ന്. ഏറ്റവും കൂടുതൽ കുറവ് കിട്ടിയത് മെലീസയ്ക്കാണ്. അതിനുശേഷം ഇയാൾ കഴുത്തെന്ന് പറഞ്ഞൊരു സ്റ്റിക്കി നോട്ട് എടുക്കുന്നുണ്ട്. കഴുത്ത് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഇയാള് കൈയടിക്കുന്നും തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ട്. ഇതിനുശേഷം അനീറ്റയുടെയാണ്. വയർ ആരും പറഞ്ഞിട്ടില്ല, പൂജയാണ്. ഏകദേശം 100 ആൾക്കാർ പറഞ്ഞ നിലയിൽ പറഞ്ഞത്. ഇവർക്ക് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം 31ഉം 22 എത്രയാണ്? 53. പിന്നെ ഒരു മുട്ടൂടെ, അപ്പൊ 3 ആയില്ലേ? 56 ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അത്രയും ആൾക്കാർ എന്താണ് പറഞ്ഞത്? അപ്പൊ എന്തോ കണക്കിന് തെറ്റുണ്ടെന്ന് മാത്യു പറയും. സത്യം പറഞ്ഞാൽ അനീറ്റയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്കോ ചെയ്തതാണ്. ഏകദേശം 44 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വയറിനാണ് വേദനയെന്ന്. ഇയാൾ കള്ളം പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അനീറ്റ രക്ഷപ്പെട്ടു. പക്ഷെ ഏറ്റവും കൂടുതൽ കുറവ് കിട്ടിയത് ആർക്കാണ്? മെലീസയ്ക്കാണ്. മെലീസയാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. മെലീസ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. മെലീസയ്ക്കാണല്ലോ ശിക്ഷ കൊടുക്കേണ്ടത്. ഇയാൾ റിമോട്ട് പിടിച്ച് ഞെക്കുന്ന സമയത്ത് എല്ലാവരും ഫിറ്റിക്ക് ചേരും. അതുമല്ല മണ്ടയിൽ ഒരു ഹൈഡ്രോളിക് പ്രസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഇയാൾ പറയും തോറ്റ ആൾക്കാർ ശിക്ഷ അനുഭവിക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് ആ ഹൈഡ്രോളിക് പ്രസ് പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങും. ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകും. മാത്യുവിന്റെ സൈഡിൽ നിന്ന് മെലീസയുടെ സൈഡിലോട്ട് പോകും. പോയി അവിടെ ചെന്ന് നിൽക്കുകയാണ്. പിന്നെ താഴോട്ട് ഇതൊരു ബ്ലേഡ് ആയിട്ട് ഇറങ്ങി വരും. നല്ല കട്ടിയുള്ള ഒരു ബ്ലേഡ് അവളുടെ തലയിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തുകയാണ് ഈ ബ്ലേഡ്. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് മെലീസിനെ രക്ഷിക്കാം, പക്ഷേ ഇവൾക്ക് പകരമായിട്ട് ഒരാൾ അവളുടെ സ്ഥാനത്ത് നിൽക്കണമെന്ന്. എന്നാൽ എല്ലാവർക്കും പേടിയാണ്. മാത്യു പറയും എനിക്ക് പേടിയാണ്, പക്ഷെ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുപോലെ അനീറ്റ പറയും, അനീറ്റ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന്. ജെയിംസിന് നല്ല പേടിയുണ്ട്, പക്ഷേ ചെയ്യാനും കഴിയില്ല. ജെയിംസിന് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർ അവനെ യൂസ് ചെയ്താലും അവന് ഇഷ്ടമാണ് എല്ലാവരും. ഇപ്പൊ ആരും ഏറ്റെടുക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ഈ സൈക്കോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? റിമോട്ട് ഞെക്കിയിട്ട് ഈ ഹൈഡ്രോളിക് പ്രസ്സിനെ താഴോട്ട് താത്തും. ഇത് വന്നു മെലീസയുടെ തല തുളച്ചിട്ട് അകത്തോട്ട് പോവുകയാണ്. പിന്നീട് എന്താ നടക്കുക? ഇത് ഹൈഡ്രോളിക് പ്രസ് അല്ലേ, കയറി അവളുടെ തല രണ്ടായിട്ട് പൊളന്നു പോകുന്നുണ്ട്. അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കൺമുമ്പിൽ കണ്ടിട്ട് ആകെ ഇല്ലാണ്ടായി അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം സൈക്കോ എന്താ ചെയ്യുന്നത്? ഈ മരിച്ചുപോയ ബോഡീനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടേപ്പ് എടുത്തോണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഇയാൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ റൂമിൽ വന്നിരിക്കും. ഒരു കണ്ണാടിയുടെ മുൻപിലെ അവിടെ തന്നെ അവരെ നിരീക്ഷിക്കാനായിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇയാളുടെ മുഖംമൂടി ഓടുന്നുണ്ട്. ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനാണ്. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ബ്ലൈഡ് എടുത്ത് ഇയാളുടെ മുഖം തന്നെ
തന്നെ മുറിക്കുന്നുണ്ട്. കുറെ അധികം മുറിപ്പാടുകളുണ്ട്. ഈ മുറിപ്പാടുകൾ സൂചിപ്പിക്കുന്നത് വേറൊന്നുമല്ല, ഇയാൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നാണ്. ഒരാളെ കൊന്നാൽ മുഖത്തൊരു മുറിപ്പാട് വരുത്തും. അങ്ങനെയാണ്. അത്രയും വലിയ മാരകമായിട്ടുള്ള സൈക്കോയാണ് ഇയാൾ. ഈ നേരം മാത്യുവും അതുപോലെ തന്നെ അനീറ്റ അവിടെ ക്ഷീണിച്ച് കിടപ്പുണ്ട്. എന്നാൽ ജെയിംസ് വിട്ടുകൊടുക്കുന്നില്ല. അവൻ ആ ചെങ്ങല വലിച്ചു പൊടിച്ച് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആ സമയം സൈക്കോ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരു ടിവിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടിവി ഓണാക്കുന്ന സമയം അതിലൊരു ലേഡി, ആ ലേഡീനെ ഇയാൾ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ മരമിടുന്ന മെഷീൻ ഉണ്ടല്ലോ, ചെയിൻസോ, അതെടുത്ത് വെച്ചിട്ടാണ് അവർ ടോർച്ചർ ചെയ്യുന്നത്. മുഖത്ത് വെച്ചങ്ങ് വരഞ്ഞു കൊടുക്കും. ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സീനാണ്. ഇതിനുശേഷം ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇയാളിപ്പോ മുഖമൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ അനീറ്റയുടെ അടുത്ത് പതിയെ വരും. ഈ മുഖമൂടി അഴിച്ച് അവളെ കാണിച്ചു കൊടുക്കും. അവൾ ഇയാളെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഇയാളെ നേരത്തെ എവിടെ കണ്ടതുപോലെ അനീറ്റയായിട്ട് ബന്ധപ്പെട്ട സൈക്കോയാണ്. അയാൾ ഇത് കാണിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഒന്നും മിണ്ടാതെ. അയാൾ ഭയങ്കര ഹാപ്പിയാണ്, ക്ലാപ്പ് അടിയാണ്. മറ്റു ജോക്കർമാര് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. മാത്യുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി അനീറ്റയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ജെയിംസിന് മനസ്സിലാവുന്നില്ല. എന്താ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്, നമ്മളെ കൊല്ലാൻ പോവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അനീറ്റ ആകെ കുറ്റബോധം അടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, നിനക്കറിയാലോ എനിക്കൊരു പോൺ പേജ് ഇല്ലാന്ന്, ഞാൻ കള്ളം പറഞ്ഞതാന്ന്, എനിക്ക് അങ്ങനെ ഒരു പോൺ പേജ് ഇല്ല. അപ്പൊ കള്ളം പറഞ്ഞത് ആരായിരിക്കും? ഞാനല്ലേന്ന്. ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ കാരണം അനീറ്റയാണ്. അവരുടെ 4 പേരുടെ കൂട്ടത്തിൽ ഒരാൾ കള്ളം പറഞ്ഞായിരുന്നല്ലോ, ആ കള്ളം പറഞ്ഞ വ്യക്തി മറ്റാരുമല്ല അനീറ്റയാണ്. അനീറ്റ കാരണമാണ് മെലീസ മരിച്ചുപോയത്. ജെയിംസിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് ചാടി അനീറ്റയോട് ദേഷ്യപ്പെടുകയാണ്. നീ കാരണമാണ് ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നത്, നിന്നെ കാരണമാണ് ഇതെല്ലാം കിട്ടുന്നത്, നീ കാരണം മെലീസയെ മരിച്ചുപോയെന്ന്. ആ സമയം നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അനീറ്റ ഈ സൈക്കോ ആയിട്ട് എന്താണ് ബന്ധമെന്ന്. പണ്ട് അനീറ്റ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോ പോലെ. അവിടുത്തെ ഒരു ഹോസ്റ്റ് ആയിരുന്നു ഈ സൈക്കോ. അന്ന് പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അങ്ങനെ അനീറ്റയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരികളുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു കൂട്ടുകാരനും ഉണ്ട്. ആ സമയം വാർത്തയിൽ ഒരു കാര്യം ഓടുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരാൾ കുറച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടികൾ കേസ് കൊടുത്തു. എന്നാൽ ആ പെൺകുട്ടികൾ ഇപ്പൊ പിൻവലിച്ചു. കാരണം ഇവർക്ക് മനസ്സിലായി ആ പെൺകുട്ടികൾക്ക് നല്ല എമൗണ്ടിൽ പേ ഔട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അവര് കേസ് പിൻവലിച്ചത്. ഇപ്പൊ ആ കൂടെ ഇരിക്കുന്ന അവൻ പറയും, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു ഈ കേസ് കൊടുത്തൊരു പെൺകുട്ടി ഏറ്റവും കൂടി ഒരു ലക്ഷറി SUV ഓടിച്ചുകൊണ്ട് പോകുന്നത്, ഒരു ലക്ഷറി ആയിട്ടുള്ള കാർ. അതിനർത്ഥം അവള് നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് കേസ് കൊടുക്കാതിരുന്നതാണ്, അല്ലെങ്കിൽ അത് പിൻവലിച്ചതാണ്. പിന്നെ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ കൂടെ ഇരിക്കുന്ന, ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇതണക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന്. ഈ കൂടെ ഇരിക്കുന്ന അവനെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആദ്യം ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലേ ഒരാളെ ടോർച്ചർ ചെയ്യുന്നത്, അവനാണ് ഇവൻ. അതുപോലെ തന്നെ മറ്റേ പെൺകുട്ടി, ആ പെൺകുട്ടി മറ്റാരുമല്ല, TV-യിൽ ഒരു ലേഡീനെ ടോർച്ചർ ചെയ്യുന്ന കാണിച്ചില്ലേ, ആ ലേഡിയാണ് ഇവള്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവരെന്താണ് തെറ്റ് ചെയ്തതെന്ന്? ഇല്ല, മനസ്സിലായിട്ടില്ല. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ആ സൈക്കോ ആ സമയം അങ്ങോട്ട് വരും. എല്ലാവർക്കും ഈ സൈക്കോനെ ഒരുപാട് ഇഷ്ടമാണ്, കാരണം അത്രയും നല്ലൊരു ഹോസ്റ്റ് ആയിരുന്നു. അന്ന് ആ മനുഷ്യൻ സൈക്കോ അല്ല കേട്ടോ. ഇയാൾ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ അനീറ്റയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. കാരണം അനീറ്റയുടെ ബർത്ത്ഡേ ആണെന്ന്. കേക്കൊക്കെ എടുത്ത് മുൻപിൽ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ തോളില്ലേ, ആ ഒരു മസിലിന്റെ ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയാൾ മോശം ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല അങ്ങനെ ചെയ്തത്. എന്നാൽ കൂടെ ഇരിക്കുന്ന ആ പെൺകുട്ടി പറയും, നിങ്ങൾ എന്ത് ധൈര്യം ഉണ്ടായിട്ട് അനീറ്റയുടെ ദേഹത്ത് കൈ വെക്കും? അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ വേറെ ഉദ്ദേശത്തോടെയല്ലേ കൈ വെച്ചെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചും അപമാനിക്കുകയാണ്. അനീറ്റ അങ്ങ് ഇല്ലാണ്ടായി ഇരുന്ന് പോവാണ്. അവൾ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. അവൾക്ക് മനസ്സിലായ അയാൾ മോശമായിട്ട് പിടിച്ചെന്നല്ലെന്നേ. അതുകൊണ്ട് തന്നെ അയാളെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കൂടെ ഇരുന്ന ആ പെൺകുട്ടി. പക്ഷെ ഇയാൾ മോശമായിട്ട് പിടിച്ചെന്നല്ല. പിന്നീട് ആ പെൺകുട്ടി അനീറ്റേനെ എരികേറ്റി വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട്. അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ നല്ല എമൗണ്ടിൽ പൈസ കിട്ടും. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. അനീറ്റയ്ക്കും പൈസയുടെ ആവശ്യമുണ്ട്, കാരണം അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അമ്മേനെ ചികിത്സിക്കാനായിട്ട് പൈസയുടെ ആവശ്യമുണ്ട്. ആ സമയം ഈ മനുഷ്യൻ വക്കീലിന്റെ ഓഫീസിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ കാര്യത്തിലെല്ലാം തീരുമാനമാവുന്നു. ആ പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആകെ തകർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് അനീറ്റ വക്കീലിനെ ചെന്ന് കാണും. വക്കീല് പറയും, എനിക്ക് നിന്റെ പ്രായത്തിലുള്ള ഒരു മോളുണ്ട്, മോള് പേടിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ, ഇത്രയും ധൈര്യം കാണിച്ചതിൽ നീ അടിപൊളിയാണെന്ന്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെല്ലാരും കൂടെ ആ മനുഷ്യനെ കൊടുക്കാൻ നോക്കുന്നതാണ്. അനീറ്റ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കും. ഇവർക്ക് ചെറിയ പേടിയുണ്ട് ഇതിനുശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പറ്റുമെന്ന്. എന്തായാലും ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ആ ഉദ്ദേശത്തോട് കൂടിയൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ ഇവൾ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ഇയാൾ സൈക്കോ ആയിട്ട് മാറിയത്. ഈ കാര്യങ്ങളൊക്കെ മാത്യുവിനോടും അതുപോലെ തന്നെ ജെയിംസിനോടും ഇവള് പറയുന്നുണ്ട്. ഇവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. ഇത് പറഞ്ഞു തീരുമ്പോൾ സൈക്കോ ഒരു ബാഗുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ബാഗിൽ എന്തോ ഒരു കാര്യമുണ്ട്, അറിയാൻ പാടില്ല. ജെയിംസ് ഇയാളുടെ ഭാഗം ചേരും, സൈക്കോന്റെ ഭാഗം. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു തരാം. എന്റെ അച്ഛൻ്റെ ഒരുപാട് പണമുണ്ട്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തിരിച്ചു തരാം. എനിക്കും അനീറ്റേനെ ഇഷ്ടമല്ല, നമുക്ക് ഇവക്കിട്ട് പണി കൊടുക്കാം, ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് സൈക്കോനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ സൈക്കോ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ പണം, എന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ജോലി, എന്റെ റെസ്പെക്ട് എല്ലാം നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ജെയിംസ് പറയാണ്. ഇത് കേൾക്കുന്ന സൈക്കോയ്ക്ക് ദേഷ്യം വരും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജെയിംസിനോട് പറയും. ജെയിംസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സൈക്കോനെ അടിക്കാൻ വരുമെങ്കിലും ചങ്ങല സമ്മതിക്കുന്നില്ല, കാരണം ചങ്ങലയ്ക്ക്
ബാഗിലാക്കി പൂട്ടിയിട്ടേക്കുമല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ആ ബാഗിൽ നിന്ന് ഒരു തല എടുത്തോണ്ട് വരും, ഒരു മനുഷ്യന്റെ തല. ഈ മനുഷ്യൻ മറ്റാരുമല്ല, വക്കീലാണ്. ആ വക്കീലിന്റെ തല എടുത്തോണ്ട് വന്നിട്ട് അനീറ്റയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. കടിയടി, അവന്റെ നാക്കിൽ കടിയടി, നീക്ക് കള്ളത്തരം പറഞ്ഞ് ഓരോ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നില്ലേ, അവന്റെ നാക്കിൽ തന്നെ കടിയടി എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കടിപ്പിക്കാനായിട്ട് നോക്കും. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല, അവൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരികയാണ്. എന്നാലും അവള് പേടിച്ചിട്ട് അതിനകത്ത് കടിയും. ഇയാള് ആ തലേനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അവള് കടിക്കുന്ന സമയത്ത് നാക്കൊക്കെ പുഴുതു വന്നിട്ട് അതിൽ നിന്ന് ചോരയൊക്കെ ആവുന്നുണ്ട്. അവളുടെ മുഖത്ത് മൊത്തം ചോരയാവുന്നുണ്ട്. അവൾ ആ ബോഡി ഇല്ലാത്ത തലേനെ കിസ് ചെയ്തതുപോലെ ആയിട്ടുണ്ട്. അവളുടെ മുഖം മൊത്തം രക്തമായിട്ടുണ്ട്. ഈ സമയം ജെയിംസ് വെറുതെ ഒന്നും വരുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ ആ ചങ്ങല വലിച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഊരി വന്നെയാണ്, എന്തോ ഒരു ബഗ് കാരണം. അവൻ ആ ചങ്ങല അഴിച്ചെടുത്തിട്ട് അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. സൈക്കോക്ക് ദേഷ്യം വന്നിട്ട് അനീറ്റയെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് സൈക്കോ അവനോട് ചോദിക്കും, എന്താടാ നീ മിണ്ടാ നിൽക്കുന്നതെന്ന്. ജെയിംസിന് ദേഷ്യം വന്നിട്ട് നിനക്ക് ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവനെ ഒറ്റ അടിയാണ്. സൈക്കോക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. സൈക്കോ തറയിൽ മറിഞ്ഞു വീഴും. ബാക്കിയുള്ള ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് സൈക്കോനെ കൊന്നുകള, വേറെ എന്തെങ്കിലും ട്രിക്ക് ആണോന്ന്. എന്നാൽ ജെയിംസ് കൊല്ലുന്നൊന്നുമില്ല, നിന്നെ ഇപ്പൊ തീർപ്പാക്കി തരാന്ന് പറഞ്ഞിട്ട് സൈക്കോന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവന് പെട്ടെന്ന് ഷോക്ക് അടിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, സൈക്കോന്റെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു. ആ റിമോട്ട് വെച്ച് അവനെ ഷോക്ക് അടിപ്പിച്ച് തറയിലിട്ടു. എല്ലാത്തിന്റെ ബോധവും പോയി. പിന്നീട് ഇയാൾ വന്നിട്ട് ശരീരത്തിലുള്ള രക്തമൊക്കെ കഴുകി കളയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് രണ്ടാൾക്കാരെയും, ജെയിംസിനെയും മാത്തിനെയും കട്ടിലിൽ പിടിച്ച് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനീറ്റ അവിടെ നിൽപ്പുണ്ട്. ഈ സൈക്കോ അവളുടെ അടുത്തോട്ട് വന്നിട്ട് ഒരു കത്തി എറിഞ്ഞു കൊടുക്കും. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഒരു താക്കോല് വേണം. ആ താക്കോല് ഇവരുടെ ആരുടെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കത്തി എറിഞ്ഞു കൊടുത്തിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വേണമെങ്കിൽ വയറ് കീറി എടുത്തോളാം. യവന്മാരുടെ വയറ് ആൾറെഡി കീറി അതിനകത്ത് താക്കോല് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ കീറിയിട്ട് വേണം ആ താക്കോല് എടുക്കാനായിട്ട്. അത് ചെയ്യാൻ പോകുന്നത് അനീറ്റയാണ്. അനീറ്റ ചെയ്യാമെന്ന് അറിയത്തില്ല. ഇവൾ എന്ത് ചെയ്യും, കാരണം ഇവളുടെ സ്വഭാവം അങ്ങനെയാണ്. സൈക്കോ പിന്നീട് ഒരു സൈഡിൽ പോയിരുന്ന ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ടൈമർ ഓടുന്നുണ്ട്. ഈ ടൈമർ കഴിയുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാം ചാവും. ഇപ്പൊ അനീറ്റ പതിയെ കത്തി എടുത്തിട്ട് നേരെ മാത്യുവിന്റെ അടുത്ത് ചെല്ലും. ഇതിന്റെ ഇടയിൽ തന്നെ ജെയിംസ് വിളിച്ച് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, എന്നെ വെറുതെ വിടുവാണെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം, പൈസയായിട്ടും പണമായിട്ടും. ഇനിയിപ്പം നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണമെങ്കിൽ അതും, നിന്റെ ഫുൾ ചെലവ് ഞാൻ നോക്കിക്കോളാന്ന് എവൻ അവിടെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീറ്റ പതിയെ മാത്യുവിന്റെ അടുത്ത് ചെല്ലുക. മാത്യു എപ്പോഴും അനീറ്റനെ സഹായിക്കാനല്ലേ നോക്കിയിട്ടുള്ളത്. അത് വിളിച്ചു പറയും, എന്നെ കൊല്ലല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയിട്ടില്ല എന്ന്. എന്നാൽ അവള് പതിയെ അടുത്ത് ചെല്ലും. പക്ഷെ അവനെ കൊല്ലുന്നില്ല. തിരിച്ച് ജെയിംസിന്റെ അടുത്ത് ചെല്ലുകയാണ്. ജെയിംസിന് മനസ്സിലായി ജെയിംസിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ജെയിംസിന് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇവള് വയറ് കുത്തിക്കീറും അവന് ജീവനോട് ഇട്ടിട്ട്. അവൻ ഇപ്പോഴും ജീവനുണ്ട്, മരിച്ചിട്ടില്ല. എന്നിട്ട് ഇവൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ, ആ കീറിയ ഭാഗത്തൂടെ ഇവളുടെ കൈ ഇറക്കുന്നുണ്ട്. അവന്റെ വയറ്റിലാണോ താക്കോലെന്ന് അറിയാനായിട്ട്. അങ്ങനെ താക്കോൽ അതിനകത്ത് മൊത്തം തപ്പുന്നുണ്ട്. അവന്റെ ചെറുകുടലും വലിയ കുടലൊക്കെ പുറത്തെടുത്തിട്ടാണ് ഇവള്. അതിന്റെ ഇടയിൽ തന്നെ താക്കോൽ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ താക്കോല് കണ്ടപ്പോൾ ഇവൾക്ക് സന്തോഷമാവുന്നുണ്ട്. ഒരാളുടെ ജീവൻ പോയെന്നും ഇവൾക്ക് വലിയ കാര്യമല്ല, ആ താക്കോല് കണ്ടപ്പോൾ ഇവൾക്ക് സന്തോഷമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ആ താക്കോൽ എടുത്ത് ആ ഡോറിന്റെ അവിടെ ചെല്ലും. എന്നാൽ ആ താക്കോലിട്ട് നോക്കിയിട്ട് അത് വർക്കാവുന്നില്ല. സൈക്കോ ആണെങ്കിൽ ചിരിക്കും, എടി മണ്ടി, അത് മാഗ്നറ്റിക് ഡോറാണ്, അതിന് താക്കോലിന്റെ ആവശ്യമില്ല, നീ ഒരാളെ കൊന്നു. പിന്നീട് മാത്യുവിന്റെ കൂടെ കെട്ട് അവൻ റിമോട്ട് വെച്ച് അഴിച്ചു കൊടുക്കുകയാണ് സൈക്കോ. ഇനി അടുത്ത റൗണ്ട് എന്താന്ന് വെച്ചാൽ തമ്മി അടി കൂടി ചത്തോളാൻ. ഇതിനകത്ത് ജയിക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെട്ടു പോവാം. അനീറ്റയാണെങ്കിൽ ആകെ പേടിച്ച് മാറി നിൽക്കും. കാരണം മാത്യു കണ്ടില്ലേ ഇവള് ജീവിക്കാൻ വേണ്ടിയിട്ട് ജെയിംസിനെ കൊല്ലുന്നത്. അയ്യോ ഞാൻ അറിയാതെ ചെയ്തതാണ്, വേണമെന്ന് വെച്ച് ചെയ്തതെന്നല്ലെന്ന് പറഞ്ഞിട്ട് അവള് ബാക്കിലോട്ട് മാറി പോവാണ്. എന്നാലും മാത്യു ആണെങ്കിൽ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ വയറ്റിലുള്ള, അതായത് ജെയിംസിന്റെ വയറ്റിലുള്ള ആ മുറിവ് അവന്റെ ഷർട്ട് വെച്ച് തന്നെ മറയ്ക്കാണ്. അവന്റെ കണ്ണും അടച്ചു കൊടുക്കുന്നുണ്ട്. അവൻ മരണപ്പെട്ടുപോയി. ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. വയറ് കീറിയിട്ട് കുടലൊക്കെ പുറത്ത് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ബ്രൂട്ടലാന്ന് അറിയില്ലേ. മാത്യു ആണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അനീറ്റ അവനെ കുത്തി കീറിയിട്ട് കത്തി തറയിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കത്തി മാത്യു എടുക്കും. ഈ കത്തി എടുത്തിട്ട് അനീറ്റയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അവളുടെ മുഖത്ത് രക്തമൊക്കെ പറ്റിയിരിപ്പുണ്ട്. അതൊന്ന് മൈൻഡ് ചെയ്യാതെ അവൻ ഉമ്മ കൊടുക്കും. ഇവള് പേടിച്ച് മാത്യു ഇപ്പൊ കുത്തോന്ന് വിചാരിച്ച് ബാക്കിലോട്ട് മാറി പോവാണ്. അവൻ ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പിന്നീട് അവൻ ബാക്കിലോട്ട് മാറിയിട്ട് അവളോട് പറയും, ഇനി എന്തൊക്കെ വന്നാലും ഈ മത്സരം നീ ജയിക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് ആ കത്തി എടുത്ത് അവന്റെ കഴുത്ത് തന്നെ മാർക്കാണ്. അവൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. മാത്യു അനീറ്റയ്ക്ക് വേണ്ടി അവന്റെ ജീവൻ തന്നെ അങ്ങ് ത്യാഗം ചെയ്തു. അവൻ ആരെയും ഉപദ്രവിക്കാനായിട്ടൊന്നും കഴിയില്ല. അനീറ്റയാണെങ്കിൽ ആകെ തകർന്ന് അവിടെ നിന്ന് പോവാണ്. പിന്നീട് അവൾ ഒരു സൈഡിൽ വന്നിരിക്കും. ഈ കാര്യങ്ങളൊക്കെ സൈക്കോ കാണുന്നുണ്ട്. സൈക്കോ അയാളുടെ റൂമിലുള്ള ഒരു ബട്ടൺ ഞെക്കുമ്പോൾ അനീറ്റ ഇരിക്കുന്ന റൂമിൽ ഒരു പ്രത്യേകതരം ഗ്യാസ് വരുന്നുണ്ട്. ആ ഗ്യാസ് ശ്വസിച്ച ഉടനെ അനീറ്റ ബോധം കെട്ട് വീഴാണ്. പിന്നീട് അവള് കണ്ണ് തുറക്കുമ്പോൾ ചുറ്റും ബോഡികളൊന്നുമില്ല, അവള് മാത്രമേ ഉള്ളൂ. സൈക്കോ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീറ്റ പതിയെ എണീറ്റിട്ട് ഡോർ വഴി പുറത്തോട്ട് ഇറങ്ങും. ഇവൾക്ക് ഇനി പോവാല്ലോ, മത്സരം ജയിച്ചല്ലോ. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും മരണപ്പെട്ടുപോയി, അവള് ജയിച്ചു. അതുകൊണ്ട് തന്നെ അവൾ പുറത്തിറങ്ങി വരും. അവളുടെ ദേഹത്തും വായിലും എല്ലാം മുറിവാണ്. മുറിവ് മീൻസ് രക്തക്കറയാണ്. അവിടെ വെള്ളവും പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് അവളുടെ ദേഹത്തുള്ള രക്തക്കറയും മുഖത്തുള്ള രക്തക്കറയൊക്കെ തുടച്ചു കളയാണ്. രക്തമൊക്കെ കഴുകി കളഞ്ഞിട്ട് ഇവള് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് പുറത്തോട്ടിറങ്ങി നടന്നു പോവാണ്.
പോകണം ആ വഴി വരെ. എന്നാൽ ഇവള് രക്ഷപ്പെട്ടിട്ടില്ല. അവിടെ തന്നെ സൈക്കോ ഇരിപ്പുണ്ട്. സൈക്കോ അവളെ വിളിക്കും, ഇങ്ങ് വന്നേ, കളി കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു കളി കൂടെ ഉണ്ടെന്ന്. ഇവൾക്ക് മനസ്സിലായി രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. ഇവളെ അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്നാൽ ഇവള് ജയിച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ വിട്, നിങ്ങൾ ആ പഴയ മനുഷ്യനാണ്, നിങ്ങൾ മോശപ്പെട്ട ആളല്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അനീറ്റ കാരണമാണ് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയത്, എല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഭാര്യ കളഞ്ഞിട്ട് പോയി, മക്കൾ കളഞ്ഞിട്ട് പോയത്, ഇതെല്ലാം ഇവള് കാരണമാണ്. അതുകൊണ്ട് തന്നെ അവളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ അവള് അയാളെ സമാധാനപ്പെടുത്താൻ നോക്കുമെങ്കിലും അയാളുടെ മാനസിക നില മാറിയിട്ട് ഇവളോട് അവിടുത്തെ സ്ട്രിങ് വലിക്കാൻ പറയും. നമ്മൾ ആദ്യം കണ്ടതുപോലെ 3 പെട്ടിയിൽ അതിലൊരു സ്ട്രിങ് വലിക്കാൻ പറയും. അതിൽ കറക്റ്റായിട്ടുള്ള പെട്ടി വലിക്കുകയാണെങ്കിൽ ഇവൾക്ക് രക്ഷപ്പെടാം. ഇപ്പൊ ഇവൾ അത് വലിക്കാതെ അയാളെ സമാധാനപ്പെടുത്താൻ നോക്കുകയാണ്. അയാളൊരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സൈക്കോ പറയും, ഞാനൊരു നല്ല മനുഷ്യനല്ല, ആ നല്ല മനുഷ്യനെ നീ കൊന്നു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഭർത്താവായിട്ടിരിക്കാൻ, ഒരു നല്ലൊരു അച്ഛനായിട്ടിരിക്കാൻ, ഒരു നല്ലൊരു അപ്പൂപ്പനായിട്ടിരിക്കാൻ, സൊസൈറ്റിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നിട്ട് നീ എന്താ ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനീറ്റ പതിയെ പതിയെ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ് എടുക്കും. നേരത്തെ മറ്റേ ആ പെൺകുട്ടിയുടെ വാ മുറിച്ചില്ലേ, ആ കാർഡ് തന്നെ, അത് അവിടെ നിന്ന് ഇവൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇയാളുടെ മുഖം നോക്കി ഒറ്റ വരയിലാണ്. ആ സമയം ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇയാൾ തറയിൽ വീണ് കിടക്കുന്ന സമയത്ത് പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് അവിടുത്തെ എന്തോ ഒരു ഡോറൊക്കെ തള്ളി മാറ്റുന്നുണ്ട്. അത് അത്രയും വലിയ ഡോറാണ്. അതൊക്കെ തള്ളി മാറ്റി പുറത്തോട്ടിറങ്ങി ഓടും. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഓടിയാല് ഇല്ല, സൈക്കോന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്. ഇവളുടെ ആ ഒരു കഴുത്തിലിടുന്ന ചങ്ങലയുണ്ട്. അത് വെച്ച് ഇവളെ ഷോക്ക് എടുപ്പിച്ച് തറയിലിടും. ഇവള് തളർന്ന് അവിടെ കിടക്കുകയാണല്ലോ. ആ സമയം സൈക്കോ എടുത്തോട്ട് വന്നിട്ട് പറയും, ഞാൻ ഓരോ ആൾക്കാരെ കൊല്ലുന്ന സമയത്തും എന്റെ മുഖത്ത് മുറിവ് പറ്റിക്കാറുണ്ട്. ഇപ്പൊ നീ തന്നെ ആയിട്ട് മുറിവ് പറ്റിച്ചില്ലേ, ഞാൻ അങ്ങനെ മുറിവ് പറ്റിക്കാനായിട്ടിരുന്നതാണ് നിന്നെ കൊന്നതിന് ശേഷം. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇവളെ ചങ്ങലയ്ക്ക് പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോവാണ്. പിന്നീട് അവളെ കസേരയുടെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവളോട് സ്ട്രിങ് വലിക്കാനായിട്ട് പറയും. അവള് പേടിച്ച് സ്ട്രിങ് വലിക്കും. ഇനി വേറെ മാർഗ്ഗമില്ല. എന്നാൽ ഇപ്പൊ കറക്റ്റായിട്ട് തന്നെ ഒരു പെട്ടി തുറക്കപ്പെടുകയാണ്. അതിനകത്തൊരു കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും ഇയാള്. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളുടെ തല പിടിച്ച് ആ കേക്കിനകത്തോട്ട് മുക്കാൻ നോക്കുകയാണ്. ഇവൾക്കറിയാം അതിനകത്ത് കത്തി ഉണ്ടെന്ന്. നീ എന്നെ കത്തിക്ക് കൊല്ലാൻ പോവല്ലേടാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എങ്ങനെ അറിയാം, നിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇയാള് കഴുത്തിന് അമർത്താണ്. എന്നാൽ ഇവള് മാക്സിമം പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും നടക്കുന്നില്ല. ഇയാൾ ഒറ്റ അമർത്താണ്. പക്ഷേ കേക്കിനകത്ത് കത്തിയൊന്നുമില്ല. നീ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ക്ലാപ്പ് അടിക്കാനും തുള്ളാനും തുടങ്ങും. അനീറ്റയ്ക്ക് സന്തോഷമായി, ഞാൻ ജയിച്ചോ, ഇനി എനിക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവളെ ഇറങ്ങിപ്പോണതിന് മുമ്പ് സൈക്കോ അവളോട് മുഖം കഴുകാനായിട്ട് പറയും. കാരണം മുഖത്തൊക്കെ കേക്കല്ലേ, ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇവളാകെ സന്തോഷപ്പെട്ട് മുഖം കഴുകിയിട്ട് പോവാന്ന് വിചാരിച്ച് മുഖം കഴുകാൻ നേരത്ത് ആ കേക്കിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. കേക്കിനകത്ത് എന്തോ ഒരു വിഷം, ഒരു ആസിഡ് പോലെ. ഇവളുടെ മുഖത്ത് കേക്ക് പറ്റിയ സ്ഥലവും കണ്ണും എല്ലാം തൊലി ഇളവി പോവാണ്. കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവൾക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. നീ എന്താടാ എന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മുഖത്താണെങ്കിൽ തൊലിയെല്ലാം ഇളവി പോയിട്ടുണ്ട്. സൈക്കോ ഈ സമയം സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. അനീറ്റ കണ്ണ് കാണാതെ എങ്ങനെയൊക്കെ പുറത്തോട്ടിറങ്ങി പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. പകുതി വരെ ചെന്നിട്ട് അവള് മരിച്ചു വീഴും. കാരണം അത്രയും വലിയ ആസിഡ് ആയിരുന്നു. അവളുടെ ഓരോ സെല്ലായിട്ട് നശിച്ചു പോയി അവള് മരിച്ചു വീഴും. പിന്നീട് സൈക്കോ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു താരാട്ട് പാട്ടും പാടി ഇങ്ങനെ ആടി ഇരിക്കുന്നുണ്ട് ഇയാളുടെ പ്രതികാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്താൽ നമ്മളൊരു കാര്യം കാണിക്കുകയാണ്. ടിവിയിൽ വഴിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഈ സൈക്കോ ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റാരെയല്ല, കുറെ പെൺകുട്ടികളെ റേപ്പ് ചെയ്തില്ലേ, അയാളെ തന്നെ. അയാള് പൈസ കൊടുത്ത് സൈക്കോനെ ഒതുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പൈസ കൊണ്ടൊന്നും ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞ് ചിറ്റിക്ക് അടിച്ചാണ് അയാളെ കൊന്നത്. ആ റേപ്പ് ചെയ്ത ആളെ കൊന്നത്. എന്തായാലും ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഇയാളെ ഉപദ്രവിച്ച എല്ലാരെയും ഇയാള് കൊന്നിട്ടുണ്ട്, റിവെഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് 2025 റിലീസായ യുവർ ഹോസ്റ്റ് എന്ന മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റിൽ പറയൂ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയൂ. എന്നാ പിന്നെ അടുത്തൊരു സിനിമയായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.